മഴക്കാലത്തിൽ വെള്ളക്കെട്ടുകളുടെ സൗന്ദര്യം ആസ്വദിക്കുമ്പോൾ റോഡ് സുരക്ഷയെക്കുറിച്ചും ശ്രദ്ധിക്കേണ്ടത് അത്യാവശ്യമാണ്. മഴയുടെ ഈർപ്പവും ഒഴുകുന്ന വെള്ളവും റോഡുകളിൽ അപകട സാധ്യത വർദ്ധിപ്പിക്കുന്നു. ഇത്തരം സാഹചര്യങ്ങളിൽ ഹൈഡ്രോപ്ലെയിനിംഗ് എന്ന പ്രതിഭാസം കാരണം വാഹനങ്ങൾ നിയന്ത്രണം നഷ്ടപ്പെടാനിടയുണ്ട്. വെള്ളം കെട്ടി നിൽക്കുന്ന റോഡിൽ വാഹനം വേഗത്തിൽ സഞ്ചരിക്കുമ്പോൾ ടയറിനും റോഡിനുമിടയിൽ ഒരു വെള്ളത്തിന്റെ പാളി രൂപം കൊള്ളുന്നു. സാധാരണയായി ടയറിന്റെ ത്രെഡുകൾ ഈ വെള്ളം പുറന്തള്ളുന്നു. എന്നാൽ വേഗത കൂടുന്തോറും ടയറിന് വെള്ളം പുറന്തള്ളാൻ കഴിയാതെ വരുന്നു. അത് റോഡുമായുള്ള സ്പർശനം നഷ്ടപ്പെടുത്തുന്നു. ഇതാണ് ഹൈഡ്രോപ്ലെയിനിംഗ്. ഈ അവസ്ഥയിൽ ടയർ റോഡിൽ നിന്ന് ഉയരുകയും ബന്ധം അറ്റുപോവുകയും ചെയ്യുന്നു. ബ്രേക്ക്, സ്റ്റിയറിംഗ്, ആക്സിലറേറ്റർ എന്നിവയുടെ നിയന്ത്രണം നഷ്ടപ്പെടുന്നു. വാഹനം സ്ലൈഡ് ചെയ്യുകയോ അപ്രത്യക്ഷമായി തിരിയുകയോ ചെയ്യാം. ഹൈഡ്രോപ്ലെയിനിംഗ് തടയാൻ മഴയിൽ വെള്ളം കെട്ടിയ റോഡുകളിൽ 50 കിലോമീറ്ററിൽ കൂടുതൽ വേഗത ഒഴിവാക്കുക. ഇരുചക്ര വാഹനങ്ങളിൽ വേഗത പരമാവധി കുറച്ച് ഓടിക്കുക. ബ്രേക്ക്, ആക്സിലറേറ്റർ എന്നിവ സുരക്ഷിതമായി ഉപയോഗിക്കുക. അതായത് പെട്ടെന്നുള്ള ബ്രേക്കിംഗ് അല്ലെങ്കിൽ തിരിവുകൾ ഒഴിവാക്കുക. വെള്ളം ഒഴുകുന്ന സ്ഥലങ്ങളിൽ പതുക്കെയും സുരക്ഷിതമായും ഓടിക്കുക. നല്ല ത്രെഡുള്ള ടയറുകൾ ഉപയോഗിക്കുക. ടയറിന്റെ ത്രെഡിന്റെ ആഴം കുറയുമ്പോൾ വെള്ളം പുറന്തള്ളാൻ കഴിയാതെ വരുന്ന പ്രശ്നം പരിഹരിക്കാൻ സാധിക്കുന്നു. അധികമോ കുറവോ ആയ പ്രഷർ ടയറിന്റെ പ്രവർത്തനം മോശമാക്കും. അതിനാൽ തന്നെ ടയറിന്റെ പ്രഷർ കൃത്യമായി പരിശോധിച്ച് ഉറപ്പുവരുത്തുക. മഴക്കാലത്ത് റോഡ് സുരക്ഷ ശ്രദ്ധിക്കേണ്ടത് അത്യാവശ്യമാണ്. വേഗത കുറയ്ക്കുക, ടയർ പരിശോധിക്കുക, ശ്രദ്ധയോടെ ഓടിക്കുക എന്നിവ പാലിച്ചാൽ ഹൈഡ്രോപ്ലെയിനിംഗ് തടയാനാകും. സുരക്ഷിതമായ യാത്രയാണ് ഏറ്റവും പ്രധാനം. ഓർമ്മിക്കുക, മഴയിൽ ഓടിക്കുമ്പോൾ സ്പീഡ് കുറയ്ക്കുക, ഡിസ്റ്റൻസ് വർദ്ധിപ്പിക്കുക, ശ്രദ്ധ കൂട്ടുക.